ഹായ്, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് മെയിൻ 2022 സെഷൻ 1 ചോദിച്ചിരിക്കുന്ന കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതലായിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോകാം. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എ കമ്പനി ഡിസോൾവ്സ് എക്സ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് 298 കെൽവിൻ ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ ടു പ്രിപ്പയർ സോഡ വാട്ടർ. ഒരു കമ്പനി എക്സ് എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ട് സോഡ വാട്ടർ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരതിൽ ചോദിച്ചിരിക്കുന്നത് എക്സ് എമൗണ്ട്, ആ എമൗണ്ട് കണ്ടുപിടിക്കാൻ, എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിനവരവിടെ ഹെൻറീസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതെന്താണ് ഹെൻറീസ് ലോയുടെ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്കതിന് മനസ്സിലാവും. അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്? നമുക്ക് ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഹെൻറീസ് ലോ എന്ന് പറഞ്ഞാൽ P is equal to KH into X. എന്താണ് അത് അർത്ഥമാക്കുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ എത്രയാണ് പാർഷ്യൽ പ്രഷർ എന്നുള്ളത് അവരവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് പാർഷ്യൽ പ്രഷർ? P equal to 0.835 ബാർ എന്നവർ തന്നിട്ടുണ്ട്. KHൻ്റെ വാല്യൂ അവരവിടെ തന്നിട്ടുണ്ട് 1.67 കിലോ ബാർ എന്നാണ് അവരവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ കൈ എന്ന് വെച്ചാൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എന്താണ് മോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? NCO2 ഡിവൈഡഡ് ബൈ NCO2 പ്ലസ് NH2O എന്ന് കണ്ടുപിടിക്കാം. NCO2 എന്ന് പറയുന്നത് എന്താ? WCO2 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് CO2. ഇത് 44 ആണെന്നുള്ളത് നമുക്കറിയാം. WCO2 ആണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ P ഈക്വൽ ടു KH ഇൻറ്റു NCO2 ഡിവൈഡഡ് ബൈ NCO2 പ്ലസ് NH2O. പിയുടെ വാല്യൂ അവർ തന്നത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 835. അതിൽ തന്നെ KHൻ്റെ വാല്യൂ 1.67 ഇൻറ്റു 10⁻³ കിലോ ബാർ എന്നുള്ളത് നമ്മളവിടെ ബാറിലേക്ക് മാറ്റി. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ NCO2 തന്നെ കൊടുത്തു. NCO2 പ്ലസ് NH2O. 1 ലിറ്റർ ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ വാട്ടറിൽ എത്ര മോൾസ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും? 1000 ഡിവൈഡഡ് ബൈ 18 വിച്ച് ഈസ് ഈക്വൽ ടു 55.55. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. 1.67 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 0.835 വിച്ച് ഈസ് ഈക്വൽ ടു NCO2 പ്ലസ് NH2O ഡിവൈഡഡ് ബൈ NCO2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? NCO2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എത്ര വരും? 2000 ഈക്വൽ ടു 1 പ്ലസ് NH2O ഡിവൈഡഡ് ബൈ NCO2 എന്ന് വരും. അങ്ങനെ NH2O ഡിവൈഡഡ് ബൈ NCO2 എന്നുള്ളത് എങ്ങനെ വരും? 1909 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ NCO2 എന്ന് പറയുന്നത് എത്ര വരും? NH2 എന്ന് പറയുന്നത് 55 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ WCO2 ബൈ MCO2 എന്ന് വെച്ചാൽ WCO2 ഡിവൈഡഡ് ബൈ 44 ഈക്വൽ ടു 55.55 ഡിവൈഡഡ് ബൈ ആണെങ്കിൽ WCO2 ഈക്വൽ ടു 55.55 ഇൻറ്റു 44 ഡിവൈഡഡ് ബൈ 199 എന്ന് വരും. ഈക്വൽ ടു 1.227 ഗ്രാം എന്ന് വരും. അതിന് നമ്മൾക്ക് 10⁻⁻³ gram എഴുതാം, which is
approximately equal to 10⁻³ gram. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഹെൻറീസ് ലോയുടെ ഒരു അപ്ലിക്കേഷനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കവിടെ ഹെൻറീസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പാർഷ്യൽ പ്രഷർ എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എത്ര എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുമ്പോഴാണ് അത്രയും പാർഷ്യൽ പ്രഷർ കിട്ടുന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1 × 10⁻³ gram. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഇതാണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബ്ലഡ് ഈസ്. ബ്ലഡിലെ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് 7.47 ബാർ ആണെന്ന് അവർ തന്നിട്ടുണ്ട് അറ്റ് 300 Kelvin. ടു ഇഞ്ചെക്ട് ഗ്ലൂക്കോസ് ടു എ പേഷ്യൻറ്റ് ഇൻട്രാവെനസ്ലി ഇറ്റ് ഹാസ് ടു ബി ഐസോട്ടോണിക് വിത്ത് ബ്ലഡ്. ദ കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ ഇൻ gram per liter ആണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഗ്ലൂക്കോസിൻ്റെ കോൺസെൻട്രേഷൻ gram per literൽ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഐസോട്ടോണിക് എന്ന് വെച്ചാൽ രണ്ട് സൊല്യൂഷൻസിന് നമ്മളൊരു സെമി പെർമിയബിൾ മെമ്പറിനിൽ വെച്ചാൽ, ഇപ്പോൾ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സൊല്യൂഷൻസ് ആണെങ്കിൽ അവർക്ക് രണ്ട് പേർക്കും ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രാവെനസ്ലായി എടുക്കുന്ന എല്ലാ ഇഞ്ചക്ഷൻസിനും എന്തായിരിക്കണം? സെയിം ബ്ലഡിൻ്റെ സെയിം ആയിട്ടുള്ള ഓസ്മോട്ടിക് പ്രഷർ ആയിരിക്കണം എന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ അറിയാം. പൈ ഈക്വൽ ടു CRT എന്നുള്ളതാണ് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിലവർ പൈൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്, 7.47 ബാർ എന്ന് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബ്ലഡിൻ്റെ സെയിം ഓസ്മോട്ടിക് പ്രഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര കോൺസെൻട്രേഷൻ ഗ്ലൂക്കോസ് സൊല്യൂഷൻ എടുത്താൽ അതേ ഓസ്മോട്ടിക് പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ ആ C ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇൻ gram per literലാണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ C അവർ നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം. അതുപോലെ തന്നെ R വാല്യൂ അവർ തന്നിട്ടുണ്ട്, 0.083 ലിറ്റർ ബാർ കെൽവിൻ ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 300 Kelvin ആണെന്നും അവർ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കോൺസെൻട്രേഷനാണ്. അപ്പോൾ 7.47 ഡിവൈഡഡ് ബൈ 0.083 ഇൻറ്റു 300 Kelvin. അത് നമുക്ക് യൂണിറ്റ്സ് ക്യാൻസൽ ചെയ്ത് കളയാം. മോൾ എന്ന് വരും ഈക്വൽ ടു C. അത് ഏത് യൂണിറ്റിലാണ് നമുക്ക് വരുന്നത്? 7.47 ഡിവൈഡ് ബൈ 24.9. ഓക്കെ, മോൾ പെർ ലിറ്റർ. ഇതിലാണ് കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ വാല്യൂ 0.3 മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും കോൺസെൻട്രേഷൻ. പക്ഷേ നമ്മളോട് അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? gram per ലിറ്ററിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 0.3 ഇൻറ്റു 180 ഈക്വൽ ടു 54 gram എന്ന് വരും. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അവർ ചോദിച്ചിരിക്കുന്നത് ബ്ലഡിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസോട്ടോണിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ വേണം ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട്. ബ്ലഡിൻ്റെ സെയിം ഓസ്മോട്ടിക് പ്രഷറുള്ള ഒരു സൊല്യൂഷൻ വേണം ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് gram per ലിറ്ററിൽ അതിൽ എത്രത്തോളം ഗ്ലൂക്കോസ് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സൊല്യൂട്ട് എ അസോസിയേറ്റ് ഇൻ വാട്ടർ when 0.7 gram of a solute is dissolved in 42 gram of water. It depresses the freezing point by 0.2 degrees Celsius. The percentage association of solute A in water is. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് എ ഇൻ വാട്ടർ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എ എന്ത് ചെയ്യും? അസോസിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ N മോളിക്യൂൾ ഞാൻ A എടുത്താൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തേ കിട്ടുള്ളൂ? AN മോളിക്യൂൾസേ കിട്ടുള്ളൂ
എന്ന് വെച്ചാൽ ഇവിടെ അവർ ഡൈമറാണോ ട്രൈമറാണോ ഉണ്ടാകുന്നു അങ്ങനെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഡൈമർ ഉണ്ടാകുന്നൊരു പോസിബിലിറ്റി 2A എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, A2 ആയിട്ട് മാറും. അതാണ് ഇവിടെ അസോസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 മോൾ എടുത്താൽ ഇവിടെ ഇനീഷ്യലി 0 ആയിരിക്കും, പിന്നെ അസോസിയേഷൻ സംഭവിച്ചു, ആൽഫ ഡിഗ്രി ഓഫ് അസോസിയേഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, α/2 മോളിക്യൂൾസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മോളിക്യൂൾസ് ആഫ്റ്റർ അസോസിയേഷൻ എന്ന് പറയുന്നത് എത്രയാവും, 1 - α പ്ലസ് α/2 എന്ന് വരും. അത് 1 - α/2 ആണ്. ഓക്കെ, അപ്പോൾ I = 1 - α/2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. വാൻ ഹോഫ് ഫാക്ടർ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബിഫോർ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട്. ഓക്കെ, നമുക്കിവിടെ I വാല്യൂ കിട്ടി. അപ്പോൾ പിന്നെ അവർ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, ഫ്രീസിങ് പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിപ്രസിങ് ഫ്രീസിങ് പോയിൻ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷനാണ് ΔTF = I × KF. KF എന്ന് പറഞ്ഞാൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻ്റ് ആണ്, ടു മൊളാലിറ്റി M, വിച്ച് ഈസ് ഈക്വൽ ടു I × KF × W2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ആണ്, M2 എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മോളിക്കുലാർ മാസ്സാണ്, W1 എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ മാസ്സാണ്. അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു 1000 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ I വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ΔTF × M2 × W1 ഡിവൈഡഡ് ബൈ KF × W2 × 1000. ഈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, I വാല്യൂ ആയിരിക്കും. അപ്പോൾ I = ΔTF അവർ തന്നിട്ടുണ്ട്. എത്രയാണ് അവർ ΔTF തന്നിരിക്കുന്നത്, 0.2 ഡിഗ്രി സെൽഷ്യസിലാണ് അവർ തന്നിരിക്കുന്നത്. M2 എന്ന് പറയുന്നത് എത്രയാണ്, മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്സാണ്, 93 ആണ് അവർ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ W1 എന്ന് പറയുന്നത് 42 ഗ്രാം, ഓൾ ഡിവൈഡഡ് ബൈ KF എന്ന് പറയുന്നത് 1.86 ആണ്, ഇൻറ്റു പിന്നെ W2 ആണ്. W2 എന്ന് പറയുന്നത് 0.7 ഗ്രാം ആണ്. നമ്മളിവിടെ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നത് 0.7 ഗ്രാം ആണ്, ഇൻറ്റു 1000. അപ്പോൾ I വാല്യൂ എത്ര വരും, ഇത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അസോസിയേഷൻ വെച്ചിട്ട് ഇവിടെ ഓൾറെഡി I വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 1 - α/2, I = 1 - α/2 = എത്ര വരും, 0.6 എന്ന് വരും. അങ്ങനെ ആകുമ്പോൾ α/2 = എത്ര വരും, 0.4 എന്ന് കിട്ടും. അപ്പോൾ α നമുക്ക് എത്ര വരും, 0.8 എന്ന് വരും. ഇതാണ് ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് പേഴ്സൻറ്റേജിലേക്ക് ആക്കുമ്പോൾ എത്ര വരും, 80% എന്ന് ഉത്തരം വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിലവർ അസോസിയേഷനാണ് A എന്ന് പറയുന്ന ഒരു റിയാക്റ്റൻ്റ് തന്നു, അത് അസോസിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പേഴ്സൻറ്റേജ് ഓഫ് അസോസിയേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വാൻ ഡോഫ് ഫാക്ടർ വെച്ചിട്ട് ആദ്യം വാൻ ഡോഫ് ഫാക്ടർ കണ്ടുപിടിക്കുക, അതിനുശേഷം അത് നമ്മൾ ആദ്യത്തെ അസോസിയേഷൻ എന്നുള്ള അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എത്ര പേഴ്സൻറ്റേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, എലിവേഷൻ ബോയിലിംഗ് പോയിൻറ്റ്. എല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഫോർ 1.5 മോളാർ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ഈസ് 4K. അതുപോലെ തന്നെ ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻറ്റ് ഫോർ 4.5 molar solution of glucose in water is 4K. The ratio of molar elevation constant to the molar depression constant KB KF ആണ് അവർ നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിൻറ്റ് ഫോർ 1.5 molar solution of glucose in water is, അപ്പോൾ ΔTF = KF × M ആണ്. അതുപോലെ ΔTB = KB × M ആണ്, മൊളാലിറ്റിക്കാണ്. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂസ് അവർ തന്നിട്ടുണ്ട്. ΔKB എന്ന് പറയുന്നത് എത്രയാണ്,
4K ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ KB നമുക്കറിയില്ല, അതിൻ്റെ റേഷ്യോണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. മൊളാലിറ്റി എന്ന് പറയുന്നത് 1.5 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെൽറ്റ TF എന്ന് പറയുന്നതും 4K ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. KF എന്ന് പറയുന്നത് അറിയില്ല. അതുപോലെ തന്നെ മൊളാലിറ്റി എന്ന് പറയുന്നത് 4.5 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് KB/KF ആണ്. നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യുക, 1 എന്ന് വരും. ഇനി ഇതും ഡിവൈഡ്, അപ്പോൾ 1 = KB/KF 1.5 × 4.5 എന്ന് വരും. അപ്പോൾ KB/KF എന്ത് വരും? 4.5/1.5 എന്ന് വരും, =3 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 liter aqueous solution of H2SO4 contains 0.02 millimole H2SO4. 50% of this solution is diluted with deionized water to give 1 liter. In solution A, 0.01 millimolar of H2SO4 are added. Total millimoles of H2SO4 in the final solution is. അതാണ് അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്? ആദ്യം ചെയ്തിരിക്കുന്നത് 1 liter aqueous solution of H2SO4. അപ്പോൾ 1 liter aqueous solution of H2SO4 എത്ര മില്ലിമോൾസ് ഉണ്ട്? 0.02 മില്ലിമോൾസ് ഉണ്ട്. ഓക്കെ, ഇനി അവരെന്ത് ചെയ്തു? അതിൻ്റെ 50% എടുത്തു. അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ എത്രയാവും? 0.5 ലിറ്റർ ആകും. ഓക്കെ ആണല്ലോ. 1 ലിറ്ററിൽ 0.02 മില്ലിമോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 0.5 ലിറ്ററിൽ എത്രയുണ്ടാവും? 0.01 മില്ലിമോൾ അല്ലേ? ഇനി അവരെന്താ പറഞ്ഞ്? ഇതാണ് നമ്മളുടെ A എന്ന് പറയുന്ന സൊല്യൂഷൻ. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന A എന്ന് പറയുന്ന സൊല്യൂഷൻ ഇതാണ്. അതിലേക്ക് അവരെന്ത് ചെയ്തു? പ്ലസ് 0.01 മില്ലിമോൾ എന്ത് ആഡ് ചെയ്തു? H2SO4 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മോൾ ഉണ്ടാവും? 0.02 മില്ലിമോൾ ഉണ്ടാവും, which is equal to 0.00002 into 10⁻³ millimole, which is approximately equal to 0. ഇത് ഇവർക്കൊരു മിസ്റ്റേക്ക് വന്നാണെന്ന് തോന്നുന്നു. അവർ 10⁻³ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവർ കൊടുത്തു വന്നപ്പോൾ അതെന്തായി? 10⁻³ ആയിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് 0 എന്നുള്ള ആൻസറാണ് അവിടെ വരിക. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. എ കൊമേഴ്ഷ്യലി സോളിഡ് കോൺസെൻട്രേറ്റഡ് HCl is 35% HCl by mass if the density of this commercial acid is 1.46 gram per ml. The molarity of this solution is. ഇത് നമുക്ക് മൊളാരിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ പെർസെൻറ്റേജ് കോൺസെൻട്രേഷനും വെച്ചിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെൻസിറ്റിയിൽ മാസൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിനേക്കാൾ നല്ലത് ഈസി ആയിട്ട് ചെയ്യാൻ മൊളാരിറ്റി = സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ HCl ആയതുകൊണ്ട് നമുക്ക് HClൻ്റെ മോളാർ മാസ് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രാം പെർ ml ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാ? 1.46 ഇൻറ്റു പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ 35 ആണ്, ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 36.5 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 511 ഡിവൈഡഡ് ബൈ 36.5, വിച്ച് ഈസ് ഈക്വൽ ടു 40 മോൾ എന്ന് കിട്ടും. 40 മോളാർ സൊല്യൂഷൻ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇക്വേഷൻ മൊളാരിറ്റിയും സ്പെസിഫിക് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ പെർസെൻറ്റേജ് കോൺസെൻട്രേഷനൊക്കെ വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 0.5% സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലേ? 0.5% solution of potassium chloride was found to freeze at -0.24 degrees Celsius. The percentage of dissociation of potassium chloride is. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിസോസിയേഷൻ ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ KCl അല്ലേ? KCl എന്ത് ചെയ്യും? KCl ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ എന്താകും? K+ഉം Cl- ആവും അല്ലേ? അപ്പോൾ നമ്മൾ
നമ്മുടെ ആഫ്റ്റർ ഡിസോസിയേഷൻ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്തതുപോലെ തന്നെ എന്താണ് നമ്മൾ 1 പാർട്ടിക്കിൾസ് എടുത്താൽ ആദ്യം ഇനീഷ്യൽ 0 ആയിരിക്കും. അതെന്താവും 1 മൈനസ് ആൽഫയാണ്. ഈ ആൽഫയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ പറയുന്ന ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഫോം ചെയ്യും? ആൽഫ പ്ലസ് ആൽഫ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ആഫ്റ്റർ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് എത്ര കിട്ടും? 1 മൈനസ് ആൽഫ പ്ലസ് 2 ആൽഫ അല്ലേ? ഈക്വൽ ടു എത്ര കിട്ടും? 1 പ്ലസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിൽ നിന്ന് എന്ത് കിട്ടും? വാൻ ഹോഫ് ഫാക്ടർ കിട്ടും അല്ലേ? എന്താണ്? ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡ് ബൈ ബിഫോർ ഡിസോസിയേഷൻ. അപ്പോൾ അതെന്ന് പറയുന്നത് എത്ര വരും? 1 പ്ലസ് ആൽഫ ബൈ 1 തന്നെ വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 പ്ലസ് ആൽഫ എന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ KCLനെ എന്ത് ചെയ്തു? ഡിസോൾവ് ചെയ്യിപ്പിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഡിസോസിയേഷൻ നടക്കും. K പ്ലസും Cl മൈനസും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തും കൂടി സംഭവിച്ചിട്ടുണ്ട്? ഡിപ്രഷനും ഫ്രീസിങ് പോയിൻറ്റും കൂടി സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്രഷനും ഫ്രീസിങ് പോയിൻ്റ് പ്രകാരം എന്താണ്? ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു I ഇൻറ്റു KF ഇൻറ്റു എം മൊളാലിറ്റി ആണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൊളാലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ മൊളാലിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? മാസ് ഓഫ് സൊല്യൂട്ട് വേണം, അതുപോലെ തന്നെ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് വേണം, അതുപോലെ തന്നെ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് വേണം. പക്ഷേ അവരിവിടെ തന്നിരിക്കുന്നത് എന്താ? നമുക്ക് തന്നിരിക്കുന്നത് വെയിറ്റ് പെർസെൻറ്റേജ് ആണ് അല്ലേ? വെയിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 0.5 അല്ലേ? അപ്പോൾ എന്താ? 0.5 ഗ്രാം സൊല്യൂട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ 0.5 ഗ്രാം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് ഒരു 100 ഗ്രാം സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സൊല്യൂഷൻ്റെ മസാണ്, ഇത് സൊല്യൂട്ടിൻ്റെ ആണല്ലേ? അങ്ങനെയാണ് സോൾവെൻറ്റിൻ്റെ നമുക്ക് എങ്ങനെ കിട്ടും? സോൾവെൻറ്റിൻ്റെ നമുക്ക് എത്ര കിട്ടും? 99.5 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ വാല്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എത്ര വരും? ഡെൽറ്റ ടി ബി അല്ലേ? ഡെൽറ്റ ടി ബി 0 മൈനസ് 0.24 ഓക്കെ ഈക്വൽ ടു I ഇൻറ്റു KF അവർ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 1.80 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? മൊളാലിറ്റിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മൊളാലിറ്റി എന്താ? മൊളാലിറ്റി എന്ന് പറയുന്നത് W2/M2 അല്ലേ? 2 എന്ന് പറയുന്നത് നമ്മളെന്താ ഇവിടുത്തെ സൊല്യൂട്ടായിട്ടാണ് എടുത്തിരിക്കുന്നത്. W1. ഇനി ഇതിനെന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അപ്പോൾ ഒരു 1000 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.24 ഈക്വൽ ടു ഇവിടെ ഒരു I ഉണ്ട് 1.80. നമ്മുടെ വാൻ ഹോഫ് ഫാക്ടറാണ് I എന്ന് പറയുന്നത്. W2 എത്ര വരും? 0.5. മോളാർ മാസ് ഓഫ് KCl എന്ന് പറയുന്നത് എത്രയാണ്? 74.6 ഗ്രാം പെർ മോളാണ്. അതുപോലെ തന്നെ മാസ് ഓഫ് എന്താണ് സോൾവെൻ്റ് എന്ന് പറയുന്നത് എത്ര വരും? 99.5 വരും 1000. then നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. വാൻ ഹോഫ് ഫാക്ടർ ഈക്വൽ ടു എത്ര വരും? 0.24 ഇൻറ്റു 74.6 ഇൻറ്റു 99.5 divided by 1.80 into 0.5 into 1000. ഓക്കെ, ഇതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് 1.979 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താ? I ആണല്ലേ? I എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളുടെ ഇവിടെ I എന്ന് പറഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് ആരാ? വാൻ ഹോഫ് ഫാക്ടർ ആണല്ലേ? അപ്പോൾ I ഈക്വൽ ടു എത്ര വരും? 1.979 എന്ന് വരും. ഇതെന്തിനോട് ഈക്വലാണ്? 1 പ്ലസ് ആൽഫയോട് ഈക്വലാണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് എത്ര വരും? 0.979 എന്ന് വരും അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? പേഴ്സൻറ്റേജ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? പേഴ്സൻറ്റേജിലേക്ക് ആക്കി എത്ര വരും? 97.9% എന്ന് വരും. നമുക്കിതിനെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്ര കൊടുക്കാം? 98% എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 100 ഗ്രാമാണ്. അതിനെ തന്നെ നമുക്ക് സോൾവെൻ്റ് വെയിറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ കഴിഞ്ഞാൽ എത്ര വരും? 100 ഗ്രാമിന് സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ആക്കി ചെയ്താൽ നമുക്ക് 99% ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് വരും. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. The osmotic pressure exerted by a solution prepared by dissolving 2 gram of protein of molar mass 60 kg per mole in 200 ml of water at 27 degree Celsius. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷറാണ്. പൈ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പൈ ഈക്വൽ ടു CRT എന്നതാണ് ഇക്വേഷൻ. അപ്പോൾ പൈ ഈക്വൽ ടു
കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് മോൾസ് പെർ ലിറ്ററിലാണ് ഇവിടെ, കാരണം നമുക്ക് മോൾ പെർ ലിറ്റർ പെർ മോളിലാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, ആർ വാല്യൂ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മോൾ പെർ ലിറ്ററിൽ വേണം എന്ത് ചെയ്യാൻ, കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നതും അങ്ങനെയായിരിക്കണം. അപ്പോൾ 2.0 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 60 കിലോഗ്രാമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60 ഗ്രാമിലേക്ക് അതിനെ മാറ്റുന്നു. ഓക്കെ, ആർ വാല്യൂ എന്ന് പറയുന്നത് 0.083 ആണ്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ 300 കെൽവിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താ, ഇതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്. ഇനി എന്താ, വോളിയം കൂടി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 200 ml ആണ്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യും, 200 ആണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻറ്റു ഒരു 1000 കൂടി കൊടുക്കും, കാരണം അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, ലിറ്ററിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0.00415 ബാർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളോട് ആൻസർ ചോദിച്ചിരിക്കുന്നത് പാസ്കലിലാണ്. അപ്പോൾ 1 ബാർ ഈസ് ഈക്വൽ ടു 10⁵ പാസ്കലാണ്. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ എന്താകും, 415 പാസ്കൽ എന്നാവും. ഓക്കെ, ഇതാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനായിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അവസാനം നമുക്ക് കിട്ടുന്ന ബാറിലുള്ളതിന് നമ്മൾ പാസ്കൽസിന് കൺവേർട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 2.5 gram of 10⁻³ kilogram of a solute dissolved in 75 gram into 10⁻³ kilogram of water boils at 373.535 Kelvin. The molar mass of the solute is. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്സാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, ഇതും വെഷനിങ് ബോയിലിംഗ് പോയിന്റ് വെച്ചിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ടി ബി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ടി ബി മൈനസ് ടി ബി 0 ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരിക്കും, മൊളാലിറ്റിയാണ്. അപ്പോൾ ടി ബി മൈനസ് ടി ബി 0 ഈക്വൽ ടു കെ ബി ഇൻറ്റു W2 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ W1. ഓക്കെ, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഇങ്ങോട്ട് കൊടുക്കുക. 2 ഈക്വൽ ടു കെ ബി ഇൻറ്റു ടി ബി. ഓക്കെ, ഇനി നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് M2 ഈക്വൽ ടു കെ ബി എന്ന് പറയുന്ന വാല്യൂ അവർ തന്നിട്ട് 0.52 എന്നതാണ്. W2ൻ്റെ 2.5 കിലോഗ്രാമിലാണ്, നമ്മൾ ഗ്രാമിൽ തന്നെ എടുത്താനായി മതി. അപ്പോൾ 2.5 ഗ്രാം എന്ന് കിട്ടും. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് 1000. പിന്നെ നമുക്ക് ഡെൽറ്റ ടി ബി ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതപ്പോൾ 373.535 മൈനസ് 33.15 എന്നുള്ളതാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും, 0.385 എന്ന് വരും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 0.385. ഓക്കെ, പിന്നെന്താ ഉള്ളത്, W1 എന്ന് പറയുന്നത് എത്ര എമൗണ്ടിലാണ്, 75 കിലോഗ്രാമിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 1075 ഇൻറ്റു 10⁻³ അപ്പോൾ നമുക്കിവിടെ എന്ത് വേണ്ട, ഈ 1000 വേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ M2 ഈ കാൽക്കുലേഷൻ ചെയ്താൽ M2ൻ്റെ വാല്യൂ എത്ര വരും, 45 ഗ്രാം പെർ മോൾ എന്ന്. ഓക്കെ, 45 എന്നുള്ളതാണ് ഇതിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എലിവേഷനിങ് ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് അതിലെ മാസിൻ്റെ കൊടുത്താൽ മതി, ഡയറക്റ്റായിട്ട് കിട്ടുന്നൊരു സൊല്യൂഷനാണ്. ഓക്കെ, അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1.2 ml ഓഫ് അസ്റ്റിക് ആസിഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ടു മേക്ക് 2 liter ഓഫ് സൊല്യൂഷൻ.
The depression in freezing point observed for strength of acid is 0.0198 degrees Celsius. The percentage of dissociation of acetic acid എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അസ്റ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ CH3COOH എന്തായിട്ട് മാറും? CH3COO മൈനസ് പ്ലസ് H പ്ലസ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ 0 ആയിരിക്കും. റിയാക്ഷൻ നടക്കുമ്പോൾ 1 മൈനസ് ആൽഫ പോയാൽ ആൽഫ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആഫ്റ്റർ റിയാക്ഷൻ എന്ന് പറയുന്നത് എത്ര വരും? 1 പ്ലസ് ആൽഫ എന്ന് വരും. ഓക്കെ, അതാണ് നമ്മൾ അപ്പോൾ ഐ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് ആൽഫ തന്നെ വരും. ഓക്കെ, ഇനി അവർ ചോദിച്ചിരിക്കുന്നത്, അവർ തന്നിരിക്കുന്നത് എന്താ? ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഡെൽറ്റ ടി എഫ് വെച്ചിട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു നമ്മൾ ഇത്ര നേരം ചെയ്ത കുറേ പ്രോബ്ലംസ് ഏകദേശം സിമിലറാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡെൽറ്റ ടി എഫ് എം എന്ന് വരും. അപ്പോൾ നമ്മളോട് നമുക്കപ്പോൾ ഐ ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ്. എം എന്ന് പറയുന്നത് W2/M2 1000. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഐ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇൻറ്റു M2 ഇൻറ്റു W1 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു U2 ഇൻറ്റു കെ എഫ്. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ അസ്റ്റിക് ആസിഡ് എന്തിലാണ് തന്നിരിക്കുന്നത്? ml ആണ് തന്നിരിക്കുന്നത് അല്ലേ? വോളിയാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അസ്റ്റിക് ആസിഡിനെ എന്ത് ചെയ്യണം? ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഏത് കിട്ടുള്ളൂ? W2 എന്നുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ W2 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അസ്റ്റിക് ആസിഡ് എത്ര? 1.2 ml ആണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അസ്റ്റിക് ആസിഡിൻ്റെ ആ മാസ് കിട്ടാൻ വേണ്ടി 1.2 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ 1.02 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1.224 ഗ്രാം അസ്റ്റിക് ആസിഡാണ് നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് 2 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? സോൾവെൻറ്റിൻ്റെ വെയിറ്റ് വേണം. പക്ഷെ നമ്മളിവിടെ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ 2 ലിറ്റർ എന്നുള്ളത് നമുക്ക് വളരെ കുറച്ച് എമൗണ്ടിലേ നമ്മൾ സോല്യൂട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആ 2 ലിറ്റർ എന്നുള്ളതിനെ 2 കിലോഗ്രാം എന്നാക്കിയിട്ട് നമുക്ക് മൊളാലിറ്റി വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഐ ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്? 0.0198 അല്ലേ? ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത്. M2 എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? M2 എന്ന് വെച്ചാൽ നമ്മുടെ അസ്റ്റിക് ആസിഡിൻ്റെ മോളിക്കുലർ മാസാണ്, 60 ഗ്രാം എന്ന് അവർ തന്നിട്ടുണ്ട്. W1 എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നെ എടുക്കാം? 2 എന്ന് തന്നെ എടുക്കാം അല്ലേ? 2 ഞാൻ പറഞ്ഞു 2 ലിറ്റർ എന്നുള്ളത് നമ്മൾ 2 കിലോഗ്രാം ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ 1000 വെച്ച് നമ്മളതിന് ഡിവൈഡ് ചെയ്യും. ഈ 1000ൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, കാരണം നമ്മൾ 2 കിലോഗ്രാം ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1000 അവിടെ വേണ്ട. W2 എന്ന് പറയുന്നത് എത്രയാണ്? W2 എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് 1.224. കെ എഫിൻ്റെ വാല്യൂ, കെ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1.85 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം 1.0492 എന്ന് വരും ഐ വാല്യൂ. അപ്പോൾ എന്താണ് ഐ വാല്യൂ? നമ്മൾ ഓൾറെഡി ഇവിടെ ആൻഡ് ഓഫ് ഫാക്ടർ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഈക്വൽ ടു 1.0492 ആണ്. അല്ലെങ്കിൽ ആൽഫ ഈക്വൽ ടു 0.049 എന്ന് കിട്ടും. അതിന് നമ്മൾ പേഴ്സൻറ്റേജിലേക്ക് ആക്കുമ്പോൾ എത്ര വരും? പേഴ്സൻറ്റേജിലേക്ക് ആക്കുമ്പോൾ 4.9 എന്ന് വരും. അപ്പോൾ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5% എന്ന് എഴുതും. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1.2 ml അസ്റ്റിക് ആസിഡ് നമ്മൾ 2 ലിറ്റർ വാട്ടറിൽ സോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ നമുക്ക് ലിറ്ററിലാണ്, അപ്പോൾ നമ്മളവിടെ കിലോഗ്രാമിന് എടുത്തിട്ട് ഈ പ്രോബ്ലം ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. 2 gram ഓഫ് എ നോൺ വോളറ്റൈൽ non electrolyte solute is dissolved in 200 gram of 2 different solution A and B whose ebullioscopic constant are in the ratio 1:8. The elevation in boiling point of A and B are in the
റേഷ്യോ ദ വാല്യൂ ഓഫ് വൈ ഈസ്. അപ്പോൾ അവരവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ട് സോൾവെൻസിൽ നമ്മൾ സെയിം എമൗണ്ട്, അതുപോലെ തന്നെ രണ്ട് സോൾവെൻ്റ് എമൗണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 2 gram സൊല്യൂട്ട്, അതായത് 200 gram സോൾവെൻറ്റ് എ ആൻഡ് ബി, രണ്ട് സോൾവെൻ്റ് അവരവിടെ എടുത്തിട്ടുണ്ട്, എ ആൻഡ് ബി. അപ്പോൾ അതിലേക്ക് അവരെന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്തു. അപ്പോൾ കിട്ടിയിരിക്കുന്ന എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്, എബിലിയോസ്കോപ്പിക് എന്നാൽ ഫ്രീസിങ് മോളാർ കോൺസ്റ്റൻറ്റിന് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. അപ്പോൾ ഡെൽറ്റ ടി എഫ് എയിലായിരിക്കുന്ന സമയത്ത് ഈക്വൽ ടു എത്ര, നമുക്ക് എന്ത് പറയാം, കെ എഫ് എ അല്ലേ, മൊളാലിറ്റി ഡെൽറ്റ ടി എഫ് ബി ഈക്വൽ ടു കെ എഫ് ബി എന്ന് പറയാം. അപ്പോൾ അവർ തന്നിട്ടുണ്ട് എയിലും ബിയിലും എബിലിയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ എ എന്ന് പറയുന്നത് എത്രയാ, 1 മോളാർ. ഡെൽറ്റ ടി എഫ് ബി എന്ന് പറയുന്നത് 8 മോളാർ. ഓക്കെ, നമ്മൾ മൊളാലിറ്റിൻ്റെ ഇക്വേഷനിൽ നമുക്ക് എന്ത് വരുന്നില്ല, സോൾവെൻറ്റിൻ്റെ മോളാർ മാസോ അങ്ങനെയൊന്നും വരുന്നില്ല. സോൾവെൻ്റ് എത്ര എടുക്കുന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ എമ്മിന് അവിടെ എന്തില്ല, പ്രയോറിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡെൽറ്റ ടി എഫ് എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് ബി ഈക്വൽ ടു കെ എഫ് എ ബൈ കെ എഫ് ബി എന്ന് വരും. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, ഈക്വൽ ടു 1/8 എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഡെൽറ്റ ടി എഫ് ബൈ എ ബൈ ഡെൽറ്റ ടി എഫ് ബൈ ബി എന്ന് പറയുന്നത് എന്താ, അവർ പറഞ്ഞിട്ടുണ്ട് എക്സും വൈയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എക്സ് ബൈ വൈ ഈക്വൽ ടു എന്ത് എഴുതാം, 1/8 എന്ന് എഴുതാം. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് വൈയുടെ ന്യൂമറിക്കൽ വാല്യൂ, വൈയുടെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇതും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. 2.5 gram of a protein contain only glycine is dissolved in water to make 500 ml of solution. The osmotic pressure of this solution at 300 Kelvin is found to be 5.03 into 10⁻³ bar. The total number of glycine unit present in the protein. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, എത്ര നമ്പർ ഓഫ് ഗ്ലൈസിൻ ചേർന്നിട്ടാണ് ആ പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അറിയാമെന്ന് എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതാണ് ഗ്ലൈസിൻ എന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ കുറേ ഗ്ലൈസിൻ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, ഒരു പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് എത്ര ഇതിൽ ഓരോന്നും ഓരോ ഗ്ലൈസിൻ ആണെങ്കിൽ ഗ്ലൈസിൻ്റെ മോളിക്കുലാർ മാസ് നമുക്ക് അറിയണം. ഗ്ലൈസിൻ്റെ മോളിക്കുലാർ മാസ് അറിയാൻ പ്രോട്ടീൻ്റെ മോളിക്കുലാർ മാസ് അറിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് പ്രോട്ടീൻ്റെ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഗ്ലൈസിൻ്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, എത്ര പ്രോട്ടീൻ യൂണിറ്റ്, എത്ര ഗ്ലൈസിൻ യൂണിറ്റ് ചേർന്നിട്ടാണ് ഈ പ്രോട്ടീൻ ഉണ്ടായതെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ തന്നിരിക്കുന്നത് എന്താ, ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ടാണ് അവർ നമ്മളോട് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ അവർ അപ്പോൾ നമുക്കറിയാം പൈ ഈസ് ഈക്വൽ ടു CRT എന്നുള്ളതാണ്. അപ്പോൾ C ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം, നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോട്ടീൻ ഡിവൈഡ് ബൈ വോളിയമാണ്. അപ്പോൾ N എന്ന് പറയുന്നത് എന്താ, W/M ബൈ വോളിയം എന്നുള്ളതാണ്. അപ്പോൾ W/MV എന്ന് പറയും. ഇതിൽ M ആണ് നമ്മളോട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ M ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, അപ്പോൾ പൈ ഈക്വൽ ടു W/MV ഇൻറ്റു RT എന്ന് എഴുതാം. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് M വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ W/πV/RT എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ M ഈക്വൽ ടു W എന്ന് പറയുന്നത് എത്രയാണ്, 2.5 ഗ്രാമാണ്. ഓക്കെ, 2.5 ഗ്രാമാണ്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5.03 ആണ് ഇവിടുത്തെ പൈ വാല്യൂ എന്ന് പറയുന്നത്, 03 ഇൻറ്റു 10⁻³ ബാർ. അതുപോലെ തന്നെ ഒരു വോളിയം തന്നിട്ടുണ്ട്, ml ആണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ലിറ്ററിലേക്ക് ആക്കണം. അപ്പോൾ എന്ത് വരും, 0.5 ലിറ്റർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ R വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും, 0.083 എന്ന് വരും. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 300 കെൽവിൻ ആണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഈ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് 24,751.49 ഗ്രാം എന്ന് കിട്ടും. ഇതാണ് എന്ത് പ്രോട്ടീൻ്റെ മോളാർ മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ഗ്ലൈസിൻ യൂണിറ്റ് അതിൽ പ്രസൻ്റ് ആണ് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ഗ്ലൈസിൻ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ? മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഗ്ലൈസിൻ ആണ്. ഓക്കെ, മോളാർ മാസ് ഓഫ് ഗ്ലൈസിൻ എന്ന് പറയുന്നത് എത്രയാ? ഡിവൈഡ് ബൈ 75 എന്നുള്ളതാണ് മോളാർ മാസ് ഓഫ് ഗ്ലൈസിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് 330 യൂണിറ്റ്സ് ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്. 2.5 ഗ്രാം പ്രോട്ടീനെ 0.5 ലിറ്ററിൽ ഡിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അതിൻ്റെ മോളാർ മാസ് കോൺസെൻട്രേഷൻ നമ്മൾ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് ആ പ്രോട്ടീൻ്റെ മോളാർ മാസിനെ നമ്മൾ ഗ്ലൈസിൻ്റെ മോളാർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ്സ് ഓഫ് ഗ്ലൈസിൻ കൂടി ചേർന്നിട്ടാണ് ആ പ്രോട്ടീൻ ഉണ്ടായതെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. ദ വേപ്പർ പ്രഷർ ഓഫ് 2 volatile liquid A and B at 25 degrees Celsius are. അപ്പോൾ അവർ തന്നിരിക്കുന്നത് എയും ബി എന്ന് പറയുന്ന 2 volatile ആയിട്ടുള്ള കമ്പൗണ്ടാണ്. അപ്പോൾ അതിൽ എൻ്റെ ബിൻ്റെയും വേപ്പർ പ്രഷർ അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇഫ് ദ ലിക്വിഡ്സ് ആർ മിക്സ്ചർ കണ്ടെയ്ൻസ് 0.3 mole ഓഫ് ഫ്രാക്ഷൻ ഓഫ് എ, ദെൻ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ് ബി ഇൻ ദ വേപ്പർ ഫേസ് ഈസ് x/70. ദ വാല്യൂ ഓഫ് എക്സ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എക്സ് കണ്ടുപിടിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞിരിക്കുന്നത് എയും ബിയും എന്താണ്? 2 volatile ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. അപ്പോൾ എയും ബിയും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷർ അവർ ആദ്യം തന്നിട്ടുണ്ട്. എയുടെ P1 0 ആണ്, ബിയുടെ നമ്മൾ P2 0 ആണെന്ന് വിചാരിച്ചാൽ P1 0 എന്ന് പറയുന്നത് എത്രയാണ്? 50 ടോർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ P2 0 എന്ന് പറഞ്ഞാൽ 100 ടോർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതെന്ത് ചെയ്യും? രണ്ടും വോളറ്റൈൽ ആണല്ലേ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് സൊല്യൂഷനിൽ നിന്ന് എന്ത് ചെയ്യും? വേപ്പർ സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇവരെന്ത് ചെയ്യും? അങ്ങനെ ഇവർ മേലേക്കും താഴേക്കും പോയി അവരെന്ത് ചെയ്യും? ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2 ഫേസ് വന്നു. സൊല്യൂഷൻ ഫേസും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? വേപ്പർ ഫേസും ഉണ്ട്. അപ്പോൾ ഞാൻ സൊല്യൂഷൻ ഫേസിലുള്ള എയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x1 എടുത്താൽ സൊല്യൂഷൻ ഫേസിലുള്ള ബിയുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x2 എന്ന് എടുത്തു അല്ലേ? അപ്പോൾ സൊല്യൂഷൻ ഫേസിലുള്ളത് x1ഉം x2 ആണ്. അങ്ങനെ പറഞ്ഞാൽ വേപ്പർ ഫേസിലുള്ളതും ഇതും ഈക്വൽ ആയിരിക്കും? ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല. പക്ഷെ അവർ ഇക്വിലിബ്രിയത്തിലെത്തും. അത് ഞാൻ y1 ആൻഡ് y2 എന്ന് എടുത്തു. അങ്ങനെ കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫേസിലുള്ള ഞാൻ കണ്ടുപിടിക്കാൻ P1 = P10 ഇൻറ്റു Chi1 എന്നെനിക്ക് ഉപയോഗിക്കാം. ഇത് ആര് പറഞ്ഞു? റോൾസ് പറഞ്ഞു അല്ലേ? റോൾസ് ലോയാണ്. അങ്ങനെ കഴിഞ്ഞാൽ P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? P20 ഇൻറ്റു Chi2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് റോൾസ് ലോയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെത്തും. അപ്പോൾ വേപ്പർ ഫേസിലുള്ള ഇവരുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഞാൻ y1 ആൻഡ് y2 എന്നെടുത്താൽ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പ്രകാരം P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? y1 ഇൻറ്റു P ടോട്ടൽ ആയിരിക്കും. ഓക്കെ, P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? y2 ഇൻറ്റു P ടോട്ടൽ ആയിരിക്കും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് y1 = P1/P ടോട്ടൽ എന്ന് എഴുതിക്കൂടെ? അതുപോലെ y2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? P2/P ടോട്ടൽ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ y1 / y2 എന്ത് വരും? P1/P2 എന്ന് വരും. ഓക്കെ, അപ്പോൾ P1 എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. P1 എന്ന് പറഞ്ഞാൽ എന്താ? P1 എന്ന് പറഞ്ഞത് P10 ഇൻറ്റു x1 ആണ്. അപ്പോൾ P10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 അല്ലേ? അതുപോലെ അവർ പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്നത് എത്രയാണ്? 0.3 മോളാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? 0.3 ഇത് നമ്മൾ ചെയ്താൽ എത്ര കിട്ടും? 50 എന്ന് കിട്ടും അല്ലേ? 50 ടോർ എന്ന് കിട്ടും. അതുപോലെ തന്നെ P20 അവർ തന്നിട്ടുണ്ട് 100 ആണ്. അപ്പോൾ നമുക്ക് ഇത് 0.3 കഴിഞ്ഞാൽ 1 -
0.3 എന്ന് പറയുമ്പോൾ 0.7 വരും. ഇത് ചെയ്താൽ നമുക്ക് 70 ടോ എന്ന് കിട്ടും. ഇത് P1 ഉം P2 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് y1 നമുക്ക് അറിയില്ല, y2 നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ y1 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതാം? 1 - y2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, 1 - y2 എന്ന് എഴുതി. അപ്പോൾ ഇതിന് ഞാൻ y2 എന്ന് തന്നെ കൊടുത്തു. അങ്ങനെ വിച്ച് ഈസ് ഈക്വൽ ടു P1/P2 ആണ്. P1 ഉം P2 നും വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 15/17 എന്ന് കിട്ടും അല്ലേ? ഇതിനെനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3/14 എന്ന് എഴുതാം. ഓക്കെ, 3/14 എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ 1 = 3/14. അതിന് 1/y2 എന്നുള്ളത് എന്ത് വരും? 1/y2 = 17/14 എന്ന് വരും. y2 = 14/17 എന്ന് വരും. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ ദി വേപ്പർ ഫേസ് ഈസ് x/17 എന്നാണ് അവർ തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ y2 = x/17 ആണ്. ഇത് എത്രയാണ്? 40/17 ആണ്. അപ്പോൾ x = എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതെല്ലാം അവർ ചോദിച്ചിരിക്കുന്നതും നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, താങ്ക് യു.